എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റ് അല്ല, ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പവും ചപ്പാത്തിയും പൊറോട്ടയും പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം തന്നെ ഇതൊരു മീഡിയം വലിപ്പമുള്ളൊരു നാരങ്ങയാണ്. ഈ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഒരു മസാലയൊക്കെ ഞാനൊരു ചിക്കനിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാത്രം നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലിംഗ് വാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചിക്കൻ 1 മണിക്കൂറെങ്കിലും ഒന്ന് മസാല പുരട്ടിയിട്ട് ഇതുപോലെ വെക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ 1/2 മണിക്കൂറെങ്കിലും ഈ ഒരു മസാല ഇതുപോലെ പുരട്ടി ചിക്കൻ വെക്കണേ. എനിക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് മസാല പൊടികളല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 10ഓളം പിരിയൻ മുളക്, ഇതുപോലെ ഈ ഒരു കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാശ്മീരി മുളക് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതിൻ്റെ ഒരു കാരണം കുറച്ചും കൂടി നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു കളർ ഉണ്ടാവും. അതുപോലെ തന്നെ എരിവുള്ള ഒരു സാധാ വറ്റൽ മുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുളകെല്ലാം കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു നുള്ളു ഉലുവയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ചിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് വറുത്തിട്ടെടുത്താൽ മതി. നമ്മളൊരു മുളകും മല്ലിയൊക്കെ വറുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരത്തില്ല, ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ അതിൻ്റെ ചൂടെല്ലാം ഒന്ന് അറിയതിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6ഓളം വെളുത്തുള്ളി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 6 എണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ നമുക്കൊരു 8-10 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാനാണ്. നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്നും തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളൻപുളി എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്തിയിട്ടെടുക്കുക. ചിക്കൻ ആയതുകൊണ്ട് തന്നെ വാളൻപുളിയുടെ അളവ് ഒരുപാടങ്ങ് കൂടിയും പോരുത്. അപ്പോൾ ഒരു വാളൻപുളി ഇതുപോലെ കുതിർത്തി വെച്ച ഒരു വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാ നോർമൽ വാട്ടറും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഒരു തരികളൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് എടുക്കണേ. ഇനി നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അടികട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ചിക്കൻ ഗീ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മളിതിലേക്ക് ഓയിൽ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ചിക്കന് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. തീ ഒരുപാട് കുറച്ചിട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ചിക്കൻ നമുക്കൊരു 3/4 ഭാഗത്തോളം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഞാനിവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്.
10 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഈ ഒരു നെയ്ക്കകത്ത് നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു സ്റ്റോക്കും എല്ലാം അടങ്ങി ഈ ഒരു നെയ്യ് ഇനി നമുക്ക് 1 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഇതൊരു 2 ചെറിയ സവാള ഇതുപോലെ തീരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തീരെ കനം കുറഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സവാള ഈ ഒരു നെയ്യിൽ കിടന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടണം. സവാള നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മസാല നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ആ ഒരു ചാറ് കഴുകി നമ്മൾ കുറച്ച് വെള്ളം എടുക്കത്തില്ലേ, ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു മസാല ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. എങ്കിൽ ആ ഒരു മസാലയുടെ ഒരു പച്ച ചെവിയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് വീണ്ടും ഞാനൊരു 1/4 കപ്പോളം മാത്രം വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിനായിരിക്കണം നമ്മൾ മസാല ഇരിക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തീരെ ചെറിയ 2-3 കഷ്ണം ഇതുപോലെ ശർക്കര ഇട്ട് കൊടുക്കാനാണ്. ശർക്കരയുടെ അളവ് ഒരുപാട് കൂടി പോകരുത്, കുറച്ച് മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊരു മസാല ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റോളം തന്നെ ഞാൻ ഈ ഒരു മസാല ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുകയാണ്. ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിതിൻ്റെ പുളി വെല്ലം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. 10-15 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അതങ്ങ് അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വീണ്ടും ഇതുപോലെ കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും ഒരേ രീതിയിലാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ നമുക്കിത് ചപ്പാത്തി, അപ്പവും പൊറോട്ടയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഇതുവരെയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.